ഒറിജിനൽ പേര് മിഥൂട്ടി തന്നെയാണ്. കാരണം ഞാൻ ഒരുവിധം എവിടെയൊക്കെ സെർച്ച് ചെയ്തു എല്ലായിടത്തും മിഥൂട്ടിയാണ്. ഇപ്പൊ ഇൻസ്റ്റയിലാണെങ്കിലും ഇതിന്റെ ആവേശത്തിന്റെ വിക്കിപീഡിയയിൽ കാസ്റ്റിൽ കിടക്കുന്ന ഒക്കെ മിഥൂട്ടിയാണ്. ഞാനെന്ന സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ശരിക്കും പേര് സുരേഷ് എന്നാണ്. മിഥുൻ സുരേഷ്. അങ്ങനെ അത് വരുന്ന സമയത്താണ് അമ്മ കാരണമാണ് ഞാൻ ഈ മിഥുട്ടി എന്നുള്ള പേര് വരാൻ കാരണം. മെയിനായിട്ട് എല്ലാവരും ഏറ്റെടുത്തതിന് വളരെ സന്തോഷം. ഇപ്പൊ മിഥൂട്ടി എന്നുള്ള പേരിൽ നമ്മൾ കാണുന്നത് മുഴുവൻ ഭയങ്കര കോമഡി ആയിട്ടുള്ള വീഡിയോസ് ആണല്ലോ. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള താങ്കളെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഭയങ്കര ചിരി കഥാപാത്രമായിരുന്നു. ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരാളാണ്. സോളോ പെർഫോമൻസുകൾ ചെയ്യുന്ന ആളുകളുടെ എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. അതങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് അഭിനയിക്കാറില്ല. എന്നെ കാര്യം വിളിക്കാനാ ആ തോട്ട്സാണ്. എന്നെ കാര്യം വിളിക്കാനാ അതുകൊണ്ട് തന്നെ ലുക്കായിട്ടുള്ള ആൾക്കാർ, അതിന് വേണ്ടി നടക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടല്ലോ. ലുക്ക്. കാരണം ഞാൻ ആ സമയത്ത് ഞാനെന്താ സംഭവം എന്നുള്ളൊരു ചിന്തയാണ് ആ സമയത്ത് എനിക്ക്. ഫ്ലോ ഞങ്ങ് പോയില്ലോ. തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോകുന്നു. തട്ടിമുട്ടിയും കഴിഞ്ഞാൽ പൊട്ടുമല്ലേ. പൊട്ടാത്ത വിധം പോണല്ലോ. കല്യാണമാണ് എന്ന് കേട്ടിരുന്നു. അങ്ങനെയൊക്കെ ആയിപ്പോയി. അങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? ചില സിനിമകളിലെ ചില ക്യാരക്ടേഴ്സ് നമ്മൾ കാണുമ്പോൾ തിയേറ്ററിൽ കാണുമ്പോണ്ടല്ലോ നമുക്ക് ഒരൊറ്റ അടി വെച്ചു കൊടുക്കാൻ എന്ന് തോന്നൂലേ. പക്ഷെ ഇവരെ പിന്നീട് നമ്മൾ നേരിട്ട് മൂവിയുടെ പ്രൊമോഷൻസിനും അല്ലാണ്ടും ഒക്കെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് അയ്യോടാ പാവം എന്ന് തോന്നും. കറക്റ്റ് ആ ഡെഫിനിഷൻ കറക്റ്റ് പക്കയായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ് ഇന്ന് മൂവി ഗാലറിയിൽ. അപ്പോൾ എൻ്റെ പേര് മഞ്ജു ആൻഡ് മിഥുട്ടി. വെൽക്കം ടു മൂവി ഗാലറി. താങ്ക് യു. ഈ പറഞ്ഞവരുണ്ടല്ലോ ആവേശം ആദ്യം തിയേറ്ററിൽ പോയി കണ്ടപ്പോ ആ പറഞ്ഞ സെയിം എക്സ്പ്രഷൻ ആയിരുന്നു. ഒരൊറ്റ അടി. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നില്ലേ. പക്ഷെ അത് കഴിഞ്ഞ് സിനിമയുടെ ഇപ്പൊ തിയേറ്റർ വിസിറ്റുകള് അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കാണുമ്പോ, അതായത് നിങ്ങളുടെ ഈ കുഞ്ഞു കുഞ്ഞു റീലൊക്കെ കാണുമല്ലോ, ഇതിന്റെ അടിയിലൊക്കെ ഉള്ള ഫുള്ള് കമന്റ്, ദൈവമേ ഈ പാവത്തിനെയാണോ അവര് പിടിച്ച് കുട്ടിയേട്ടനാക്കിയത് എന്ന് ചോദിച്ചിട്ട് അല്ലേ. ആവേശത്തിന്റെ ഒരു ഫീവർ എന്ന് മാറി മിഥൂട്ടിയിലേക്ക് വരുമ്പോ ഒറിജിനൽ പേര് മിഥൂട്ടി തന്നെയാണോ? കാരണം ഞാൻ ഒരുവിധം എവിടെയൊക്കെ സെർച്ച് ചെയ്തു എല്ലായിടത്തും മിഥൂട്ടിയാണ്. ഇപ്പൊ ഇൻസ്റ്റയിലാണെങ്കിലും ഇതിന്റെ ആവേശത്തിന്റെ വിക്കിപീഡിയയിൽ കാസ്റ്റിൽ കിടക്കുന്ന ഒക്കെ മിഥൂട്ടിയാണ്. ഞാനെന്ന സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ശരിക്കും പേര് മിഥുൻ സുരേഷ് എന്നാണ്. മിഥുൻ സുരേഷ്. സുരേഷ് എന്നാണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് എന്നെ മിഥുട്ടീന്ന് പറഞ്ഞിട്ടുള്ളത് അമ്മയാണ്. ആ വഴി നാട്ടിലുള്ള എല്ലാവരും ഫ്രണ്ട്സ് കാര്യങ്ങളും എല്ലാവരും മിഥുട്ടി ഇതന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്. അത് പേര് എൻ്റെ ശരിക്കും അതാ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ളത് മിഥുട്ടി എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ മിഥുട്ടി എന്നാക്കി. കാരണം വെച്ചാൽ നമ്മളെല്ലാത്തിനും കൊടുത്തിട്ടുള്ളത് അതാണ്. മിഥുൻ എന്നുള്ളത് മാറ്റി മിഥുട്ടി എന്നാക്കി കഴിഞ്ഞാൽ ചെറിയ ഷോർട്ട് ഫോം ആവും ചെയ്യും. അതിനൊരു ക്യൂട്ടായിട്ടുള്ള പരിപാടി ഉണ്ടാവും. അങ്ങനെ അത് വരുന്ന സമയത്താണ് അമ്മ കാരണമാണ് ഞാൻ ഈ മിഥുട്ടി എന്നുള്ള പേര് വരാൻ കാരണം. മെയിനായിട്ട് എല്ലാവരും ഏറ്റെടുത്തതിന് വളരെ സന്തോഷം. ഓക്കെ. ഇപ്പൊ മിഥൂട്ടി എന്നുള്ള പേരിൽ നമ്മൾ കാണുന്നത് മുഴുവൻ ഭയങ്കര കോമഡി ആയിട്ടുള്ള വീഡിയോസ് ആണല്ലോ. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള താങ്കളെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഭയങ്കര ചിരി കഥാപാത്രമായിരുന്നു. ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരാളാണ്. യൂഷ്വലി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ സോളോ പെർഫോമൻസുകൾ ചെയ്യുന്ന ആളുകളുടെ എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. അതങ്ങനെ തന്നെയായിരുന്നോ? സിനിമ എല്ലാത്തിനും അവസാനം ഒരു വിഷനുള്ളത് സിനിമയാണല്ലോ. എല്ലാം കൊണ്ടും നമ്മളിതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നാളെ നമ്മളെ ഞാനല്ലെങ്കിൽ പോലും വേറെ ആളെങ്കിൽ പോലും ഇവൻ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നത് ഇവൻ നേരെ വിഷൻ കാണുമ്പോൾ ഇവന് മെയിനായിട്ട് സിനിമയാണ് ഫോക്കസ് ചെയ്യുന്നത് എല്ലാവരും. പക്ഷെ അന്ന് എനിക്ക് സിനിമ എന്നുള്ളൊരു ഫോക്കസിങ് ഉണ്ടായിരുന്നില്ല. തോട്ടില്ലായിരുന്നു. ഇല്ല. ഞാൻ ഇവിടെ ചെയ്തു പോകുന്നു, എന്നെ കാര്യം വിളിക്കാനാ. എത്രയോ കഴിവുകളുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഇതിനു വേണ്ടി രാവും പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ പോയി നിന്ന് കഷ്ടപ്പെട്ട് എന്തൊക്കെ ഓഡീഷൻസ് ഉണ്ടോ അതിനൊക്കെ പോയി കഷ്ടപ്പെട്ട് വരുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതിനൊക്കെ ജീവിതം എനിക്കറിയാവുന്ന കുറേ പേരുണ്ട്, എന്നെ പരിചയത്തിലുള്ളത്. അല്ലാണ്ട് അറിയപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇതൊന്നും എൻ്റെ മനസ്സിലില്ല. നമ്മളാ റീൽസ് ചെയ്യുക പോവുക,
ബാക്കി വെറുതെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി. എന്റർടൈൻമെന്റ് വർക്ക് ചെയ്യുക, വർക്ക് കഴിയുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ റീൽസ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടിയാണ് നമ്മൾ പോയത്. എനിക്കൊട്ടും ഈ ഒരു പടം എന്നുള്ളൊരു കൺസെപ്റ്റ് സിനിമ എന്നുള്ള അഭിനയം എന്നുള്ളൊരു താല്പര്യമൊന്നും അപ്പൊ തലയിലില്ല. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. എന്നെ കാര്യം വിളിക്കാനാ ആ തോട്ട്സാണ്. എന്നെ കാര്യം വിളിക്കാനാ അധികം നല്ല ലുക്കായിട്ടുള്ള ആൾക്കാർ, അതിന് വേണ്ടി നടക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടല്ലോ. ലുക്ക്. കാരണം ഞാൻ ആ സമയത്ത് ഞാനെന്താ സംഭവം എന്നുള്ളൊരു ചിന്തയാണ് ആ സമയത്ത് എനിക്ക്. ഇത് വന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. ഷിഫ്നാത്തെ വിളിക്കാനും ചിത്രകാരനെ വിളിക്കാനും ഒക്കെ അറിയാതെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അവിടെ എത്തിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ച് തുടങ്ങിയത്. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമ എന്താണെന്നുള്ളത്. ഇപ്പോഴും ഞാൻ ആളുമില്ല, ഒന്നുമല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പടങ്ങൾ കിട്ടുമ്പോഴൊക്കെ വളരെ സന്തോഷം. മേനെ പേരിക്കുക എന്നുള്ളൊരു പടം ഇതിനൊപ്പം തന്നെ കഴിഞ്ഞു, ഡബ്ബിങ് കഴിഞ്ഞ് വന്നേക്കാണ്. ബാക്കിയുള്ള തന്നെ പഠിപ്പുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈയാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നതാണ് പറഞ്ഞത്. ചിലപ്പോൾ മാറിയേക്കാം, അല്ലെങ്കിൽ അന്ന് തന്നെ ഇറങ്ങും. അപ്പോൾ ആ പരിപാടി അങ്ങനെ കിട്ടുമ്പോൾ ഒരു ആശ്വാസം. കാരണം സെലക്റ്റീവ്, ഓവർ സെലക്റ്റീവ് അല്ല. മനസ്സിലായി. അപ്പം അങ്ങനെ വരുന്ന സ്ക്രിപ്റ്റുകൾ നല്ലത് നോക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പക്ഷെ ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള സ്ക്രിപ്റ്റുകളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. വന്നിട്ടുള്ള സ്ക്രിപ്റ്റുകളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട് എല്ലാ സ്ക്രിപ്റ്റും. പക്ഷേ ചില സമയത്ത് അവരുടെ ഡേറ്റിങ് മാറിപ്പോവുക, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ സമയത്ത് വേറെ എന്തെങ്കിലും വർക്ക് പരിപാടി ഏറ്റെടുത്തുണ്ടാവും. അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇനിയിപ്പോൾ ഫുൾ ടൈം ആക്ടിങ് തീരുമാനിച്ച് ഫുൾ ടൈം ആക്ടിങ്ങിന് ഇരിക്കാനോ? ഇല്ല, നമുക്ക് ആക്ടിങ് അല്ല, നമ്മളെന്താ പറയുക, പടങ്ങൾ വരും, അതിനൊപ്പം തന്നെ നമ്മൾ വർക്കിങ് ചെയ്യണം. അപ്പം എന്ത് വർക്കാണ് ചെയ്യുന്നത്? അല്ലാണ്ട് ഞാൻ പറഞ്ഞ ഇപ്പോൾ സിനിമയ്ക്ക് വരുന്നതിന് മുന്നേ വർക്ക് ചെയ്തിരുന്നു, സൺഡേ റീൽസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആ സമയത്ത് എന്ത് വർക്കാണ് ചെയ്തിരുന്നത്? ഞാനിവിടെ തൃശ്ശൂർ ക്രിയേറ്റീവ് പെൻസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി, അഡ്വർടൈസിങ് കമ്പനിയാണ്. അവിടെ ഞാൻ സീനിയർ വിഷ്വലൈസറാണ്. 10 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ റീൽസും ചെയ്യും. അതിനിടയ്ക്കാണ് അവിടെ വെച്ചിട്ടാണ് എനിക്ക് പടം കിട്ടിയത്, സിനിമ വരുന്നത്. ഇപ്പൊ ഇതിന്റെ ഇടയിൽ വർക്ക് ചെയ്യേണ്ടത് അപ്പൊ ഈ സെയിം വർക്ക് തന്നെയാണോ ചെയ്യുന്നത്? അല്ലല്ല, ഞാൻ ഡിസൈനറായിരുന്നു, ക്രിയേറ്റീവ് ഡിസൈനറായിരുന്നു. ഫോട്ടോഷോപ്പ് അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ. വീട് വിട്ട് കഴിഞ്ഞാൽ വർക്ക് വിട്ട് കഴിഞ്ഞാൽ വീട് ഈ അവസ്ഥയായിരുന്നു പണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഗ്രൗണ്ട് വിട്ട് കഴിഞ്ഞാൽ വീട് വിട്ട് കഴിഞ്ഞാൽ ഗ്രൗണ്ട്, ഇതവസ്ഥയായിരുന്നു. കുറച്ച് മെച്ചൂർഡായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ വർക്ക് വിട്ട് കഴിഞ്ഞാൽ വീട് വിട്ട് കഴിഞ്ഞാൽ വർക്ക്, അപ്പം അങ്ങനെ അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ ഇടയിലാണ് ഞാൻ റീൽസ് ചെയ്തത്. ഇപ്പം മിതൂട്ടി എന്ന് പറയുന്ന ആളെ ഇപ്പൊ കുട്ടിയേട്ടനായിട്ടും മിതൂട്ടി എന്ന് പറയുന്ന റീൽസ് ചെയ്യുന്ന ആളെ നമുക്കറിയാം. പേഴ്സണലി ഒരു കാര്യങ്ങളും അറിയില്ല. തൃശ്ശൂരാണ് വീട് എന്ന് എനിക്കറിയാം. ബാക്കി ഡീറ്റെയിൽസ് പറയാം. വീട്ടിൽ ആരൊക്കെയുണ്ട്, എല്ലാവരും എന്ത് ചെയ്യുന്നു? വീട്ടിൽ അമ്മ, അച്ഛൻ, 2 അനിയന്മാര്, ജിതുൻ, നിതിൻ. വലിയേട്ടനാണപ്പോ? ഞാനാണ് മൂത്തത്. അങ്ങനെ ആയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അമ്മ പങ്കജം, അച്ഛൻ സുരേഷ്. അച്ഛൻ്റെ നാട് ഇവിടെയാണ്, ബാംഗ്ലൂര് വിത്ത് ട്രിവാൻഡ്രം, ആ സൈഡാണ്. അമ്മ ഇവിടെ തൃശ്ശൂർ തന്നെയാണ്. അങ്ങനെയാണ്. അപ്പോൾ അനിയന്മാർ ഒരാൾ ഫിലിം പ്രൊഡക്ഷൻ തൃശ്ശൂർ തന്നെ വർക്കിംഗ് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരാൾ ഇപ്പോൾ SNA ചേതന പരിപാടിയുണ്ട്, ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഹാപ്പി ആയിട്ട് പോകുന്നു. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പോകുന്നു. തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു പറയും. തട്ടുമുട്ടല്ല, തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ പോകുന്നു. തട്ടിയും മുട്ടിയും കഴിഞ്ഞാൽ പൊട്ടുമല്ലേ, പൊട്ടാത്ത പോകണമല്ലോ. പൊട്ടാണ്ട് പോകുന്നു, എന്നാൽ തട്ടും മുട്ടും ഇല്ലാണ്ട് പോകുന്നു. ഹാപ്പി ആയിട്ട് പോട്ടെ. ഇപ്പോ സിനിമയൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കേണ്ട, അതായത് സാധാരണ കുടുംബം ഒരിക്കലും ഒരാളിപ്പോ ഭയങ്കരമായിട്ട് സിനിമ ആഗ്രഹിച്ചാൽ പോലും അയാൾ എത്തുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇത് സിനിമ എന്ന് പറയുന്ന ഒരു പ്ലാനേ ഇല്ലാത്ത ഒരാള് സിനിമയിൽ എത്തുന്നു. അത് ആദ്യ സിനിമ തന്നെ ആവേശം പോലൊരു സിനിമ, ഇത്രയും നല്ല ബാനർ, ഇത്രയും നല്ല ക്രൂ, അതിലെ തന്നെ വില്ലൻ, അത് ഭയങ്കര ലക്കാണല്ലോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഫാമിലി പോയി കണ്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അതായത് നമുക്ക് ഇങ്ങനെ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ്. ഇവരെ കണ്ടു കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു ഫീൽ എന്തായിരുന്നു? ഇവര് വന്ന് എന്താ പറഞ്ഞത്? ഞാൻ നമ്മുടെ പടം കഴിഞ്ഞിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് അമ്മേനെ അച്ഛനും കാണുന്നത്. ഞാൻ വനിതാ വിരുദ്ധേനെ കാണുമ്പോൾ അവരവിടെ തൃശ്ശൂര് രാഗത്തിനിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ ഫാമിലി മൊത്തം അവിടെ ഇരുന്ന് കാണുക.
കുറച്ച് കൊണ്ട് എന്നെ വിളിച്ച് അത് ഞാൻ പറഞ്ഞു എന്നെ പുള്ളി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഉമ്മ എന്താ ഉമ്മ ആ ഓക്കെ ഓക്കെ അപ്പം ഞാൻ തിരിച്ചു ഉമ്മ കൊടുത്തു. ഒരാള് ഉമ്മ തരുമ്പോ ആ ഓക്കെ ഓക്കെ എന്നാണോ പറയുന്നത്? അല്ല ആ സമയത്ത് ഞാനും എൻ്റെ മീഡിയക്ക് മീഡിയക്ക് മുന്നിൽ നിൽക്കാണല്ലോ. ആ സമയത്ത് എന്ത് പറയണ്ടെന്ന് അറിയാം. എന്നോട് ഉമ്മ വിളിച്ചു കഴിഞ്ഞാൽ ഞാനെന്ത് പറയാനാ എന്താ പറയാ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് അമ്മ വിളിച്ചിട്ട് എല്ലാവരും ഫുൾ കോളിങ്. ആ സമയത്ത് അമ്മ പെണ്ണ് വിളിക്കുന്നു, അമ്മ വിളിക്കുന്നു, അനിയന്മാര് വിളിക്കുന്നു, അങ്ങനെ ഫ്രണ്ട്സ് വിളിക്കുന്നു. ആ സമയത്ത് ഞാൻ ആന എടുക്കേണ്ടത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചു ഹാപ്പിയാണ്, അച്ഛനെ ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, ഇത്രയും പിന്നത്തലുള്ള ആളാണ് മോൻ എന്ന് പറഞ്ഞ അമ്മ. നീ സത്യത്തിൽ ഇത്ര കുറുമ്പനാണോ? ഇത്രയും ഇതുണ്ടായിരുന്നു. സത്യം പറ സിഗരറ്റ് വലിച്ചോ നീ? വീട്ടിലൊന്നും ചോദിക്കില്ലേ? അതേ അവസ്ഥയാണ്. നീ സിഗരറ്റ് വലിച്ചോ നീ? പടത്തിന് നീ എങ്ങനെയാ വലിച്ചേ? നീ വലിക്കാറല്ല? ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ? എപ്പോൾ തുടങ്ങി? അമ്മ അങ്ങനെ ചോദിച്ചു. ഭയങ്കര സന്തോഷം, ഹാപ്പി. ടിപ്പിക്കൽ അമ്മ. അതെ. ഈ അനിയന്മാർ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഇപ്പം നമ്മളൊരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 8 പേർക്ക് സിനിമാ മോഹം ഉണ്ടാവും പറഞ്ഞ പോലെ ഇപ്പൊ അനിയന്മാരുടെ ഗ്രൂപ്പിലും നിങ്ങളുടെ ഗ്രൂപ്പിലും ഒക്കെ സിനിമാ മോഹമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ സിനിമയിൽ കയറി മിതുട്ടി സിനിമയിൽ കയറി കഴിഞ്ഞപ്പോൾ ഇവര് വന്ന് ചോദിക്കുമോ ഇങ്ങനെ, അതായത് നമുക്ക് എൻട്രിക്ക് എന്താ ചെയ്യുക, ആരുടെയെങ്കിലും നമ്പർ തരുമോ, സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുമോ? എൻ്റെ ഫ്രണ്ട്സാണോ? ഫ്രണ്ട്സ്, മിതുട്ടിയുടെ ഫ്രണ്ട്സ്, അനിയന്മാരുടെ ഫ്രണ്ട്സ്. ഓ അങ്ങനെയല്ലേ, ചേട്ടൻ പോയിട്ട് അങ്ങനെയുള്ളൊരു പരിപാടി. അങ്ങനെ ചോദിക്കാറൊന്നും ഞാനും. കാരണം വെച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഫ്രണ്ട്സ് ഭയങ്കര അവിടെ കുറവാണ് ഈ സമയത്ത്. കാരണം അവന് ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ അവർ ഫാമിലിയായി അവന് പ്രാരാബ്ദം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവന് കണ്ടു കിട്ടുന്നത് വളരെ ചുരുക്കാണ്. ടൈം കൊണ്ടാണ് അവന് കണ്ടു കിട്ടുന്നത്. അങ്ങനെയുള്ള സമയത്ത് അവന് ഫുൾ ടൈം കോളാണ് ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറ്. എവിടെയുണ്ട്, എങ്ങനെയുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് കുറവാണ് മൊത്തത്തിന്. അവർക്കറിയാമല്ലോ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ആൾക്കാരായതുകൊണ്ട് അവർക്കറിയാം നമ്മളെ പോലെ തന്നെ സിനിമ ചെയ്യുന്ന ആക്ടർ ഒരു മനുഷ്യനാണ്, അത്രയും വലിയ ഇതായിട്ട് കാണേണ്ട ആവശ്യമില്ല. എൻ്റെ അനിയനോട് ചോദിച്ചു കഴിഞ്ഞാൽ അനിയൻ പറയും ആ ഓക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകും. കാരണം വെച്ചാൽ അവൻ ഫിലിം ഫീൽഡായിരുന്നു. അവൻ അതിൻ്റെ അടുത്ത് ഒന്നും ചോദിക്കില്ല. അവൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ അവൻ ചെയ്ത്, അവൻ എഡിറ്റിങ് കാര്യങ്ങളായാലും ഡയറക്ഷൻ കാര്യങ്ങളായാലും അവൻ അങ്ങനെ ചെയ്ത് അവൻ പോകും. എൻ്റെ അടുത്ത് ഞാൻ അവൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം. അവൻ ഇങ്ങോട്ട് വന്ന് ചോദിക്കില്ല. ആളെ കണ്ടോ, എങ്ങനെയുണ്ടായിരുന്നു, ആളെ ഒന്ന് കാണാൻ പറ്റുമോ, നമ്മൾക്ക് ഇനി അടുത്ത വട്ടം ഒരുമിച്ച് പോവാം എന്നുള്ള എക്സൈറ്റ്മെൻറ്റോട് കൂടിയുള്ള വർത്തമാനങ്ങളൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോവുക. അവിടെ എത്തുമ്പോൾ അവൻ എങ്ങനെയുണ്ടായിരുന്നു, അതിന് പുച്ഛം, അൾട്ടിമേറ്റ് പുച്ഛം. ഫാനിക്കടപ്പം നിന്ന് കുറച്ച് നാൾ സംസാരിച്ച് ഫോട്ടോയെ കൊടുത്തു. നൈസ്. ഞാനപ്പോൾ ഫ്ലോ അങ്ങ് പോയിട്ടോ, എന്നേക്കാൾ ജാടയോ അതൊക്കെ, എന്നേക്കാൾ ജാടയോ. അങ്ങനെ അവന് സത്യം പറഞ്ഞാൽ ഞാൻ പടങ്ങൾ കാണുന്നത് കുറവാണ്. ആണോ? സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ 1, 2, 5 ദിവസമൊക്കെ ഞാൻ ചിലപ്പോൾ പോവുക. പക്ഷെ എൻ്റെ അനിയന്മാർ 2 പേരും ഇറങ്ങുന്ന ആ ടൈമിൽ സ്പോട്ടേ പോയെന്ന് കാണും. അപ്പൊ വീട്ടിലെ സിനി ഫീൽസ് ആക്ച്വലി അനിയന്മാരാണ്. സിനിമക്കാരൻ താങ്കളാണ്. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതങ്ങനെയൊക്കെ പറ്റിപ്പോയി. അതിൽ ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല അതൊക്കെ. ഇതിന്റെ ആവേശം കഴിഞ്ഞു. ഇനിയത്തെ ഫ്യൂച്ചർ പരിപാടികൾ എന്തൊക്കെയാ? മേനെ പ്യാർ കിയ ഇറങ്ങാനുണ്ട്. അത് ആക്ച്വലി അതിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ ഇതുവരെ കണ്ട വെറും ഒരു ലവ് സ്റ്റോറി അല്ല ഇത് എന്നൊക്കെ പറഞ്ഞ പോസ്റ്റർ ഉണ്ടായിരുന്നു. മേനെ പ്യാർ കിയ ആക്ച്വലി എന്താ, വളരെ ദുരൂഹത നിറഞ്ഞ പ്രണയമാണോ? അത് നിങ്ങൾ കഥ കണ്ടിട്ട് തന്നെ അറിഞ്ഞാൽ മതി. ഇറങ്ങുമ്പോൾ ആണല്ലോ നമുക്ക് പ്രൊമോഷൻ ചെയ്യേണ്ടത്. അതെ, അത് ശരിയാ. അതിലെ റോൾ എന്താ? വില്ലൻ? അല്ല വില്ലനൊന്നുമല്ല, പാവം പിടിച്ചൊരു ചെക്കൻ. മിതുട്ടിനെ പോലെ തന്നെ, എന്നെ പോലെ തന്നെ. ഞാൻ എങ്ങനെയാണോ അതേപോലത്തെ ഒരാള്, അതാണ് ഞാൻ. അതിന്റെ അകത്ത് മേനെ പ്യാർ കിയ. പിന്നെ അല്ലാണ്ട് വേറെ പ്രോജക്ട്സ് എന്തൊക്കെയാണ് 2025? ഞാനിങ്ങനെ വർക്കുകൾ എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുക, മൊത്തത്തിന് ടൈം വാല്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെയുണ്ട്. പിന്നെ ഞാൻ സുഭാഷ് ചേട്ടൻ്റെ ഒരു പടം ചെയ്തു കഴിഞ്ഞു. സുഭാഷ് സുബ്രഹ്മണ്യൻ. മനസ്സിലായി.
ജാക്സൺ ബസാർ യൂത്ത് ഷമൽ സുലൈമാൻ ഷമനിക്ക ഞാൻ ഒരു ടൈമിന് ഇരുന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ പടം ഓണാവാൻ വേണ്ടി നോക്കുവാണ്. അങ്ങനെയൊക്കെയാണ് ഒരു റാപ്പ് എന്തോ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. അത് ഇവിടെ ഷൈൻ ചാറ്റിനൊപ്പം അത് ഞാൻ ചെയ്യുന്നു. അത് നമ്മുടെ ഗാലറി വിഷനിലുള്ള ഷർഫിക്ക ഇക്കയാണ് എന്നെ വിളിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ആ ഒരു റാപ്പിലേക്ക് വരാൻ കാരണമുണ്ടായിരുന്നത്. അതിൽ അഭിനയിക്കുകയാണോ അതോ പാടണോ? അഭിനയം. പാടി കഴിഞ്ഞാൽ ബെസ്റ്റായി. ഞാൻ തന്നെ പാടണം. വേണമെങ്കിൽ നമുക്കൊന്ന് പാടാം. അതെ, അത് ഇറങ്ങാൻ പോവാണ്. അത് തന്നെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് അഖിൽ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് ചെയ്തിട്ടുള്ളത്. പുള്ളി നെക്സ്റ്റ് മൂവി കാര്യങ്ങളൊക്കെ ഓണാക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ആളെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കണ്ടത്. റിയാസ് പട്ടാമി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊഫഷൻ കണ്ടുള്ളതായിരുന്നു നമ്മുടെ ആവേശത്തിനും പിന്നെ അതുപോലെ തന്നെ ഇനവിലാം പൂഞ്ചിറ അതിനൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പുള്ളിയാണ്. അപ്പോൾ പുള്ളീൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ പോയതാണ്. ആവേശം കഴിഞ്ഞിട്ട് ഭയങ്കര തിക്കായിട്ട് നിൽക്കുന്ന രണ്ടേ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇക്കും പിന്നൊന്ന് ഞാനും. അന്ന് ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൂട്ടാം. ഇക്ക എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് വിളിക്കും, ഞാൻ ഇതുണ്ടെങ്കിലും അങ്ങോട്ടും വിളിക്കും. അങ്ങനെ ഭയങ്കര ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇക്കയുടെ മോളുടെ ബർത്ത്ഡേക്കാണ് ഞാൻ അന്നൊരു ദിവസം വൈകുന്നേരം പോയി. അവിടെ വെച്ചാണ് ഈ അഖിൽ അബ്ദുൽ ഖാദർ ആ വ്യക്തിനെ ഞാൻ കാണുന്നത് അവിടെ വെച്ചാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചു. ഭയങ്കര സിമ്പിളായിട്ട് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, ഞാൻ റാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടീനെ എനിക്കൊരു സജഷന് വേണ്ടി ഞാൻ ആലോചിച്ചിരുന്നു. കണ്ടത് വളരെ നന്നായി. അപ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടല്ല. അതുകൊണ്ട് ഇത് ഈശ്വരൻ്റെ അടുത്ത് ഭയങ്കര ബ്ലെസ്ഡാണ് എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ ആ സമയത്ത് ഇക്കയുടെ അടുത്ത് സംസാരിച്ച് ഇക്ക പറഞ്ഞു ഓക്കെ പിടിക്കാം, നല്ല പരിപാടിയാണ്, നീ ചെയ്തിട്ടില്ലല്ലോ റാപ്പ്, ഇല്ല കേൾക്കോ നമുക്കത് ചെയ്യാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ടൈമിങ് പറഞ്ഞു. ആ ടൈമിൽ തന്നെ അത് തുടങ്ങി. ഷൈൻചേട്ടൻ വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓണായി അത് ചെയ്തു. കംപ്ലീറ്റഡ് ആണ്. അത് വർക്ക് കഴിഞ്ഞു, നമ്മുടെ വർക്ക് കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവന് എപ്പോഴേക്കത് നമ്മളിലേക്ക് എത്തുന്നത് എനിക്കറിയില്ല. അത് അവന് തീരുമാനിക്കില്ല. എപ്പോഴാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇറങ്ങുമ്പോൾ കാണാം. അതിന് നല്ലൊരു കുട്ടീനെ ചിലപ്പോൾ കാണാൻ പറ്റും തോന്നുന്നു. കല്യാണമാണ് എന്ന് കേട്ടിരുന്നു. അങ്ങനെയൊക്കെ ആയിപ്പോയി. അതും അൺഎക്സ്പെക്റ്റഡ് ആണെന്നായിരിക്കും. അതും അൺഎക്സ്പെക്റ്റഡ് ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കവിത വായിച്ചതാ. എന്ത് കവിത? എന്നെ കുട്ടി ഭയങ്കര കവിത എഴുത്താണ് ചില സമയത്തൊക്കെ. അങ്ങനെ പോസ്റ്റ് ചെയ്യും. അപ്പൊ ഞാനത് പോസ്റ്റ് കണ്ടിട്ട് കുട്ടീൻ്റെ ആ വേർഡ്സ് ഭയങ്കര എന്താ പറയാ ഭയങ്കര ടച്ചിങ് ആണ്, ഭയങ്കര ഫയറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു വേർഡ്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ആ കവിത കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ ആയിട്ട് പഞ്ചപ്പെടില്ലായിരുന്നു. ഞാൻ എപ്പോഴും പറയാം അവളുടെ അടുത്ത്. പക്ഷെ ആ കവിത നോക്കാൻ കണ്ട നേരം. ഫേസ്ബുക്കിലാണോ അതോ ഇൻസ്റ്റാഗ്രാം അങ്ങനെ പറഞ്ഞു. കോമഡിയാണ്, തമാശ. അല്ലെങ്കിൽ അവിടെ ഒന്ന് തലക്കടിച്ച് കൊല്ലും. അതാണെങ്കിലൊക്കെ ഉണ്ടാവും. മുന്നോട്ട് പോകണ്ടേ. അങ്ങനെയാണ് അവളുടെ. ഇത് എത്ര നാൾ മുന്നേ ഈ കവിത നോക്കി കുട്ടിയോട് മെസ്സേജ് ചെയ്യാൻ പോയത്? അത് 2 കൊല്ലമായിട്ടുണ്ടോ? 2 കൊല്ലമായിട്ടുള്ളൂ. അത് ആവേശം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു പുള്ളി ഞാനും. അപ്പം അതിലൂടെ വീണ്ടും എന്തുകൊണ്ട് വീണ്ടും ഞാൻ കവിതകൾ വായിക്കുന്നു, വീണ്ടും ഞാൻ കമന്റുകൾ പറയുന്നു അല്ലേ? അവള് താങ്ക്സ് പറയുന്നു, അപ്പോൾ വെൽക്കം പറയുന്നു. അതെന്താ വെച്ചാൽ നമ്മുടെ അന്നത്തെ ടൈമിൽ എനിക്ക് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിലത്തെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളായാലും അതൊക്കെ വരുമ്പോൾ എൻ്റെ വീട്ടുകാരെങ്ങനെയാണ് എൻ്റെ കൂടെ നിന്ന് അത് സപ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവളും എൻ്റെ കൂടെ നിന്ന് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരാളെ ആ ടൈമിന് മാത്രമല്ലാതെ ജീവിതകാലം മുഴുവനും നമ്മുടെ കൂടെ കൂട്ടിക്കൂടെ എന്നുള്ളൊരു ചിന്ത ആ സമയത്ത് തോന്നി. ഞാൻ പറയുകയും ചെയ്തു ഇഷ്ടമാണ്, എന്താ അഭിപ്രായം? അപ്പോൾ അവൾ പറഞ്ഞു. ഈ ആവേശം കഴിഞ്ഞിട്ടാണോ അത് പറഞ്ഞത് അതോ അതിന് മുന്നേ ആണോ ഇഷ്ടമാണെന്ന്? ആവേശത്തിന് മുന്നേ ആവേശം വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ടൈമിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ്
ചോദിക്കാൻ ഇഷ്ടപ്പെട്ടു പോയി. സംഭവിച്ചു പോയി, അങ്ങനെ നീ ഒന്നും പറയണ്ട. പോയി. ആ, കവിതയെ തുടങ്ങി ഇപ്പൊ അത് വെഡിങ് കാർഡിൽ എത്തി നിൽക്കുന്നു അല്ലേ? അതെ. എന്നിട്ട് എന്നാണ് കല്യാണം? കല്യാണം മെയ് 14 റിസപ്ഷൻ. കല്യാണം വരുന്നത് മെയ് 11. ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ്. തൃശ്ശൂർ വെച്ചിട്ട്? അല്ല, തിരുവനന്തപുരം ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് വെച്ചിട്ടാണ് കല്യാണം. അങ്ങനെ ആയി നിൽക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. ഇത്ര നേരം കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞ് ഇത്ര നേരം ഇരുന്ന് സംസാരിച്ചിട്ട് എന്നോട് വരാൻ പറഞ്ഞോ കല്യാണത്തിന്? വരണം. കഷ്ടം. ഇത് ചോദിച്ചിട്ട് പോലും വരണം. അപ്പൊ മെയ് 14 കഴിയുമ്പോ ബാച്ചിലർ ലൈഫ് അവസാനിച്ചിരിക്കുന്നു അല്ലേ? അങ്ങനെയൊന്നുമില്ല. എന്തിനാ ബാച്ചിലർ ലൈഫ് അവസാനിച്ചില്ലേ? അതല്ല, ബാച്ചിലറിലല്ലോ. ഇപ്പൊ കല്യാണം കഴിച്ചത് നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട് കയറിയെന്ന് വെച്ച് എന്താ പ്രശ്നം? യു ആർ നോ മോർ എ ബാച്ചിലർ. മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞ, അല്ലാണ്ട് എന്റർടൈൻമെന്റ് കഴിഞ്ഞൊന്നല്ല. ബാച്ചിലർ എന്നുള്ളത് തീർന്നല്ലോ, അത് ബാച്ചിലർ പാർട്ടിയോടുകൂടി തീരും. ഇത് അവളെ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, വരാൻ പോവാണ്, ഒറ്റയ്ക്കുള്ള സഹവാസമൊക്കെ നിന്നു. ഞാൻ പറയും നിന്നു എന്ന് ഞാനും പറയും. അതിനോട് കുറച്ച് നേരം തല്ലും വഴക്കായി അടിപിടിയായി. ഇന്നും നാളെയും മറ്റന്നാളും കഴിഞ്ഞിട്ട് വീണ്ടും സംസാരിച്ചു തുടങ്ങും. സ്വാഭാവികം, എല്ലാ ലവ് മാരേജിലും ഉള്ളതുപോലെയൊക്കെ തന്നെ. അങ്ങനെ തന്നെ പോട്ടെ.